പക്ഷെ അത്തരത്തിലൊരു കേസ്, ഒരു കള്ളക്കേസെടുത്ത് തലയിച്ചുകൊണ്ടിരിക്കുന്ന നീ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? ആണോ? പറ. ആ രാഹുൽ മാങ്കൂട്ടമല്ല ഇപ്പോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അതിശക്തമായി സതീശനൊപ്പം അല്ലെങ്കിൽ സതീശന്റെ മേലെ നിൽക്കുന്ന ജനപിന്തുണയോട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അതായത് സതീശന്റെ കാറ്റ് പോയി എന്ന് പറയാം. കഴിഞ്ഞ ഏതാനും മണിക്കൂറിൽ വി.ഡി. സതീശന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു നിങ്ങൾക്കറിയോ? രാഹുൽ മാങ്കൂട്ടത്തില് നിയമസഭയിൽ എത്തല്ലേ എന്ന്. അതിന് അദ്ദേഹത്തിന് എന്തൊക്കെ വഴിപാട് കൊടുക്കാൻ പറ്റുമോ വഴിപാടുകളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. രാവിലെ നടക്കാൻ പോകുന്നതിനിടയിൽ ഈ വി.ഡി. സതീശനോട് മനോരമയുടെ റിപ്പോർട്ടർ നടന്ന് ഒന്ന് രണ്ട് കാര്യം ചോദിക്കുമ്പോൾ അറിയാതെങ്കിലും സത്യം വെളിയിൽ വന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ തിരുത്തിട്ടോ. അതായത് ഗൂഢാലോചന, അതിന് രാഹുലിനെ എതിരെയുള്ള ഗൂഢാലോചന ഞങ്ങൾ മൊത്തത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് ഈ ഗൂഢാലോചന അല്ല, കൂടിയാലോചന എന്ന് തിരുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ ഒറ്റ കാര്യം, രാഹുൽ വരുമോ ഇല്ലയോ? അല്ല, അത് പാർട്ടി പ്രസിഡന്റാണ് നിങ്ങളെ അറിയിക്കേണ്ടത്. അദ്ദേഹം നിങ്ങളെ അറിയിക്കും, ഞാനല്ല. CLP നേതാവാണല്ലോ. പാർട്ടിയിൽ ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സംഘടനാപരമായ കാര്യങ്ങൾ പ്രസിഡന്റ് പറയും. ചില സത്യങ്ങൾ ഇങ്ങനെ പുറത്തു വരും, അറിയാതെ പുറത്തു വരും. ഏതായാലും രാഹുലിനെ തളച്ചിടാൻ വേണ്ടി വി.ഡി. സതീശൻ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല. പിന്നെ CPM-ന് ഒരു രക്ഷയുമില്ല, അവർക്ക് എതിർക്കാൻ കഴിയില്ല. എതിർക്കാൻ കഴിയാത്തത് നിയമസഭയിൽ അവരുടെ കക്ഷികളായി തന്നെ FIR ഇട്ട പ്രതികൾ വലിയ ആരോപണം നേരിടുന്നവരുള്ളതുകൊണ്ട് തൽക്കാലം ഒരു മിണ്ടൂല. ഇവിടെ അക്ഷരാർത്ഥത്തിൽ അവർക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രതിഷേധം ഉന്നയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുടുങ്ങിയത് കോൺഗ്രസും പെട്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടില്ല, വി.ഡി. സതീശൻ പെട്ട് എന്ന് പറയുന്നതാണ് നല്ലത്. യൂത്ത് കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുണ്ട്. തിരുവനന്തപുരത്തെ യൂത്തിന്റെ പ്രസിഡന്റ് കൂടെ ഉണ്ടായിരുന്നു, സജീർ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റു പലരും ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിന്നിരുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ അവരൊക്കെ പിന്നീട് വാസ്തവം തിരിച്ചറിഞ്ഞുകൊണ്ട് നേരെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒപ്പം ചേരുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത്. അതായത് ഈ പീഡന വിവാദം ഉണ്ടാക്കുന്നതിന് മുമ്പ്, ആരോപണം ഉണ്ടാക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടം എന്തായിരുന്നോ ആ രാഹുൽ മാങ്കൂട്ടം അല്ല ഇപ്പോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അതിശക്തമായി സതീശനൊപ്പം അല്ലെങ്കിൽ സതീശന്റെ മേലെ നിൽക്കുന്ന ജനപിന്തുണയോട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അതായത് സതീശന്റെ കാറ്റ് പോയി എന്ന് പറയാം. പഴയ ഗ്രൂപ്പ് ഉണ്ടല്ലോ, പഴയ ആന്റണി ഗ്രൂപ്പ്, ആ ആന്റണി ഗ്രൂപ്പിലുള്ള ആൾക്കാർ മുഴുവൻ, അവരെല്ലാവരും, അതായത് ഇങ്ങനെ ചേരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന മുഴുവൻ ആൾക്കാരും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. മുഴുവൻ ആൾക്കാരും കത്തിക്കേറിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ PV അൻവറിന് മാറ്റി നിർത്തിയിരുന്നല്ലോ. CPM പോയ ശേഷം PV അൻവർ പ്രത്യേക ബ്ലോക്കിലാണ് പോയിരുന്നത്. ആ കസേര തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി. അവിടെ ഇരുന്നാൽ മതിയെന്ന്. നല്ലതൊരു ഇത്തിരി മതി. ഈ പറയുന്ന 140 എണ്ണത്തില് ഒരെണ്ണം നന്നായിരുന്നാൽ മതിയല്ലോ. ആ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങളുള്ളിടത്തോളം കാലം ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇവിടെ ഒരു തീട്ടൂരം ഉണ്ടായിരുന്ന നേരത്തെ ഒരു കാരണവശാലും നിയമസഭയിൽ എത്തരുത്. ആര്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തരുത് പറയുന്നത് ആരാ? വിലക്കുന്നത് ആരാ? വി.ഡി. സതീശനാ. അല്ല, വി.ഡി. സതീശന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ എത്തരുത് എന്ന് പറയാൻ എന്താണ് അവകാശം? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാൾ, അയാൾ എവിടെ വെച്ച് തുമ്മണം, എവിടെ ഇരിക്കണം, എങ്ങോട്ട് പോകണമെന്ന് പിന്നെ ഇവരെന്തിനാ തീരുമാനിക്കുന്നത്? അത് തീരുമാനിക്കാൻ പറ്റില്ല. കോൺഗ്രസിന് ഒരു അക്ഷരം ഉണ്ടാകാൻ പറ്റില്ല. നേതൃത്വത്തിൽ വലിയൊരു ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമുള്ളത് കൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ നമ്മൾ ചേർന്ന് നിർത്തേണ്ട ആളെന്ന് ബോധ്യമുള്ളത് കൊണ്ട് വലിയൊരു ഭാഗം അങ്ങോട്ട് പോയി. ഇപ്പൊ സത്യത്തിൽ എന്താ പറ്റിയെന്നറിയാമോ? ഇപ്പോ ഇന്ന് രാവിലെ 9:20 രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമ്പോൾ വിലക്കാൻ കോൺഗ്രസിന് പറ്റിയില്ല എന്ന് മാത്രമല്ല, എതിർക്കാൻ CPM-ന് പറ്റിയില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി നിയമസഭയിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ വലിയ സ്വീകാര്യതയും വലിയ ജനപിന്തുണയുമാണ് ഇപ്പോൾ. അതായത് വെളുക്കാൻ തേച്ചത് വെള്ളപ്പാണ്ട് പോലെ ആയി വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ കൂടെയാണ് നെഞ്ചത്ത് വീണ്ടും ഒരു വെള്ളിടിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക അടുത്ത കിക്ക്. ഇന്ന് മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിലും ഞാൻ നിയമസഭയിൽ ഉണ്ടാകും. വരുന്ന ശനിയാഴ്ച ഞാൻ പാലക്കാട്ട് വരും. അവിടെ കുറച്ച് പരിപാടികളിലൊക്കെ പങ്കെടുക്കാനുണ്ട്, കുറെ ചില്ലറ പരിപാടികളുണ്ട്, അതിലൊക്കെ ഞാൻ പങ്കെടുക്കും. MLA ആയിട്ട് ഞാനിവിടെ ഉണ്ടാവും, ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ഒരു പറച്ചിലുകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നീക്കുന്ന തടഞ്ഞ എന്നൊരു ആന്തരിക അർത്ഥത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം കേരളത്തിൽ അത്രത്തോളം ജനപിന്തുണയുണ്ട്. കോൺഗ്രസിൽ സതീശൻ ഇപ്പോൾ ഒറ്റപ്പെടുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സതീശൻ ഒറ്റപ്പെടുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട്. സ്പീക്കർക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഈ പാർലമെന്ററി പാർട്ടി നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്ന് ഔദ്യോഗികമായിട്ട് സ്പീക്കർക്ക് സതീശ കത്ത് നൽകുമ്പോൾ ആ കാര്യം മൊത്തത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ സതീശൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി സതീശൻ ആഞ്ഞു കളിച്ചപ്പോൾ കളിയുടെ അവസാനം വി.ഡി. സതീശൻ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത്
ആരെ പുറത്താക്കാനാണോ ശ്രമിച്ചത്, ആരെയാണോ അടിച്ച് മണ്ടക്കടിച്ച് തല പൊളിക്കാൻ ശ്രമിച്ചത്, അയാൾ തന്റെ തലയ്ക്ക് മീതെ കയറിയിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ കാണുന്ന ആ ഒരു ഗതികേടാണ്. ഇപ്പൊ പിന്നിലിരിക്കുന്നത് നോക്കൊന്നും വേണ്ട. ഇനിയിപ്പോ വി ഡി സതീശനേക്കാളും മുന്നിൽ കയറിയിരിക്കാൻ പോവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓരോരോ നേതാക്കൾ, അന്ന് രാഹുലിനെ തുടക്കത്തിൽ എതിർത്തുകൊണ്ടിരുന്ന നേതാക്കൾ, കോൺഗ്രസിലെ നേതാക്കളെല്ലാം രാഹുൽ പക്ഷത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ്, ആരാണ് പരാതി കൊടുത്തത്, എന്താണ് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിൽ എന്താണ് തെറ്റ്, ഒന്ന് പറയും, എന്താണ് തെറ്റെന്ന് പറ. ഇനി അയാളൊരു കേസിലെ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി അതിനേക്കാൾ ഗുരുതരമായ കുറ്റങ്ങൾ അപ്പുറത്ത് ചെയ്തവരവിടെ ഇരിക്കണുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു ഛേദം എന്താ ഇവിടെ? ഇയാൾക്കെതിരെ ഒരു പരാതി ഇല്ലല്ലോ, നേർക്ക് നേർ ഒരു പരാതി ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനൊന്നും ഈ പറഞ്ഞ രാഹുലിനെതിരെ നിൽക്കുന്ന ആ ഒരു വിഭാഗം എന്ന് പറയാൻ ഒക്കൂല. ഇപ്പൊ ആകെപ്പാടെ ഒരാളേ ഉള്ളൂ, മൂപ്പർക്ക് മറുപടി പറയാൻ പറ്റണില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെന്ന് വിളിച്ചാക്ഷേപിക്കുന്ന മാധ്യമ മലരുകളായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അത് അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരികയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തില് നിയമസഭ അങ്ങോട്ട് പുറപ്പെടുന്ന സമയത്ത് അവിടെ വെച്ച് മാധ്യമപ്രവർത്തകരോട് മര്യാദയ്ക്ക് അയാൾ സംസാരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാനസികമായി കുറച്ച് പ്രയാസത്തിലാണ്, ആകെ ടെൻഷനിലാണ് എന്നൊക്കെ അയാൾ തന്നെ പറഞ്ഞ വോയിസുകൾ പുറത്തു വന്നിരുന്നു. അതൊക്കെ വന്നു. അതിനുശേഷം നിയമസഭയിലേക്ക് ഇറങ്ങി വരുമ്പോൾ രാഹുലിനോട് മര്യാദയ്ക്ക് ചോദിക്കേണ്ട സ്ഥാനത്ത് ഒരുമാതിരി വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടു. അത് മാധ്യമ ധർമ്മത്തിന് നിരക്കുന്ന ചോദ്യങ്ങളല്ല. ഒരുമാതിരി ധാർഷ്ട്യതയോടെ ഡോർ അടയ്ക്കാൻ സമ്മതിക്കാൻ ഡോറൊക്കെ വലിച്ചു തുറന്ന് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ വൃത്തികേട് കാണിക്കുന്ന മാധ്യമങ്ങളെ എങ്ങനെയാണ് നമ്മൾ വിളിക്കേണ്ടത്. ഇതുപോലെ വൃത്തികേട് കാണിക്കുന്നവരെ ഇങ്ങനെയാണോ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത്? ഒരു മനുഷ്യൻ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ചോദിക്കുകയാണ്, ആ വോയിസിന്റെ സാങ്കത്യം എന്താണ്, നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്ന്. കേസ് അന്വേഷിക്കട്ടെ. അല്ലെങ്കിൽ ഇയാളെന്തിനാ അത് പറയേണ്ട ആവശ്യം? ഇയാൾക്കെതിരെ ഒരു ആരോപണം വന്നു, അയാളത് പറഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യുക? അയാൾക്ക് പറ്റില്ല, പറയാൻ സൗകര്യമില്ല. അത് ഇയാൾ പോയി മൂക്കിൽ വലിച്ചു കയറ്റും. എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് പത്രക്കാരാണോ? ചോദിക്കാം, അതിന് മറുപടി പറയണോ പറയണ്ടെന്ന് മറ്റുള്ളവർക്ക് തീരുമാനിക്കുക. സുരേഷ് ഗോപി പറഞ്ഞത് വളരെ ശരിയാ കാര്യത്തില്. ഇവിടെ രാഹുൽ മാങ്കൂട്ടൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ, അയാള് മാന്യമായി കാര്യങ്ങൾ പറഞ്ഞു, അന്വേഷണം നടക്കട്ടെ. അപ്പൊ അത് കാത്തുക്ക, അയാൾ പറഞ്ഞിട്ട് പോയി, അത്രേ ഉള്ളൂ. പിന്നെ അയാളുടെ ക്വസ്റ്റ്യൻ ചോദിച്ച് ചിലർ ആക്രോശിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ചങ്ങായി ഉണ്ടല്ലേ, ഈ ചങ്ങായി ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. അയാൾ ഒരു പത്രക്കാരന്റെ സ്വഭാവം അല്ലത്, ഒരു ക്രിമിനലിന്റെ സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഗുണ്ടാ സ്വഭാവം. ഏത് ചാനലിലെ പത്രക്കാരാണെന്ന് എനിക്കറിയില്ല. ആരായാലും എനിക്കത്ര സൂചിച്ചിട്ടില്ല. പറയാനുള്ളത് തുറന്നങ്ങോട്ട് പറയണമല്ലോ. കാര്യം ഇങ്ങനെയൊന്നും അല്ല മാധ്യമ പ്രവർത്തനം നടത്തുന്നത്, ഇങ്ങനെയൊന്നും അല്ല പത്രപ്രവർത്തനം നടത്തുന്നത്. ഇതൊന്നും ശരിയായ കാര്യമല്ല. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കണ്ടുപഠിക്കണം. യവന്മാരൊക്കെ ആരാണ് പത്രക്കാരെന്ന് പറഞ്ഞ് ഇറക്കിയിട്ടെന്ന് ഒരു പിടിയില്ല. ഏതായാലും ഈ പ്രതി എന്ന് കുറെ ചാനലിലെ കുറെ മൈക്കണാപ്പന്മാരിരുന്ന് ചാനലിരുന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് കേസിലാണ് പ്രതി? പറയണം, ഏത് കേസിലാണ് പ്രതി, ആരാണ് പരാതിക്കാരൻ. ഇനി ഒരുപക്ഷെ പെണ്ണ് കേസാണെന്നുണ്ടെങ്കിൽ ഇനി പരാതിക്കാരനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കണമെന്ന് കരുതുക. ഏതാണ് FIR നമ്പർ, എന്താണ് പരാതി, എന്താണ് പരാതി? ഇനി ഇങ്ങനെ ചാനലിലിരുന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തെളിവ് കയ്യിലുണ്ടാവുമല്ലോ. എന്നാൽ എന്താ തെളിവെന്ന് പറ. ആളെ പറയണ്ട, അതിൽ ഇരയായിട്ടുള്ള ആളെ പറയണ്ട. അപ്പൊ ഇതൊന്നുമില്ലാതെ ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചു പല ചോദ്യങ്ങളും ചോദിക്കേണ്ടി വരും. ആ പോക്സോ കേസൊക്കെ എവിടം വരെയായി? എങ്ങനെയാണ് ആ പോക്സോ കേസ് വന്നത് നമുക്കറിയാം. നിങ്ങൾ ആ പോക്സോ കേസിൽ പ്രതിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് നിങ്ങളെ തകർക്കാൻ വേണ്ടി, ഇതുപോലെ രാഹുലിനെ തകർക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ തകർക്കാൻ വേണ്ടി വെച്ചുണ്ടാക്കിയ ഒരു കേസാണ് ആ പോക്സോ കേസ്. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അനുസരിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ അത്തരത്തിലൊരു കേസ്, ഒരു കള്ളക്കേസെടുത്ത് തലയിച്ചുകൊണ്ടിരിക്കുന്ന നീ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? ആണോ പറ. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഉയർച്ചയുടെ വളർച്ചയുടെ ഒരു നാഴികക്കല്ലാണ് ഈ ഒരു മാസങ്ങൾ, കഴിഞ്ഞുപോയ ഒരു മാസങ്ങൾ. അതിന് ഇടയാക്കിയത്, അതിന് കാരണഭൂതനായിട്ടുള്ളത് ഇവിടെ പ്രതിപക്ഷമോ CPMോ പിണറായി വിജയനോ ഒന്നുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ഒരു ഹൈപ്പ് കിട്ടിയതും ഇത്രയധികം ജനപ്രീതി ഉണ്ടാക്കിയതും തന്റെ സ്ഥാനത്തിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും ഒരു പെട്ടെന്നൊരു വളർച്ച, ആരും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു വളർച്ച ഉണ്ടായതിനും ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന് നന്ദി പറയേണ്ടത് പിണറായി വിജയനോടോ മറ്റാരോടുമല്ല, VD സതീശനോടോ. രാഹുൽ എന്ന് മറക്കണ്ട. Different angles. Don't forget to subscribe and support this channel.